കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർക്ക് സ്നേഹ വന്ദനം. പൗരുഷ്യൻ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. 22-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പും കൂടെ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മറ്റൊരു തർജ്ജിമ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പുസ്തകരൂപത്തിൽ ഇപ്പോൾ എൻ്റെ കൈവശമില്ലാത്തതിനാൽ ഞാൻ മൊബൈലിൽ നിന്ന് വായിക്കാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നു. അനുവാദം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്നോട് ചിലർ മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ഐപാഡിൽ നിന്നും മൊബൈലിൽ നിന്നും വചനം വായിക്കരുത്, അങ്ങനെ ചെയ്താൽ കുട്ടികൾ പിന്നീട് ബൈബിൾ കൊണ്ടുവരത്തില്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും കാലം മാറി മാറി വരിക, നമുക്കൊന്നും തടഞ്ഞു നിർത്താനൊന്നും പറ്റുകയില്ല. എന്നാലും ഞാൻ 99.4% ബൈബിൾ ഉപയോഗിച്ച് മാത്രം പഠിപ്പിക്കുന്ന പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാണ്. അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു. കേൾക്കാം. 22-ാം സങ്കീർത്തനം 8-ാം വാക്യം. ഇദ്ദേഹം യഹോവയിൽ ആശ്രയിക്കുന്നു, യഹോവ തന്നെ ഇയാളെ രക്ഷിക്കട്ടെ. യഹോവ അദ്ദേഹത്തിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവിടുന്ന് തന്നെ അദ്ദേഹത്തെ വിടുവിക്കട്ടെ. ഈ തർജ്ജിമയ്ക്കകത്താണ് അതിൻ്റെ ശരിയായ ആശയം വ്യക്തമാണ്. ഇനി ഞാൻ അതിൻ്റെ ഇംഗ്ലീഷും കൂടെ വായിക്കട്ടെ. They say he trusts in the Lord. Let the Lord help him. If the Lord is pleased with him, let him save him. കർത്താവിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചും ഈ പ്രസ്താവന വരാൻ സാധ്യതയുണ്ട്. അതായത് ഒരാള് ദൈവത്തിന് വേണ്ടി നിന്നാൽ അവന് സംഭവിക്കാവുന്ന ഒരു അവഗണന ഈ വാക്യത്തിലുണ്ട്. ഒരാൾ ദൈവത്തിന് വേണ്ടി സംസാരിച്ചാൽ അയാൾ നേരിടുന്ന ഒറ്റപ്പെടൽ ഈ വചനത്തിലുണ്ട്. ഒരാൾ ദൈവത്തെ സാക്ഷീകരിച്ചാൽ അയാൾക്ക് മനുഷ്യരാൽ നേരിടുന്ന അവഹേളനം ഈ വാക്യത്തിലുണ്ട്. എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം എന്നെ കൈവിടുകയില്ല എന്നൊരു സഹോദരി കൂടെ പറഞ്ഞപ്പോൾ അവളുടെ അമ്മയ്ക്ക് ദേഷ്യം സഹിക്കാൻ മേലാതെ വന്നിട്ട് പറയുക, നിന്റെ ദൈവം, നിന്റേതാണോ ദൈവം? ഞങ്ങളുടെയൊക്കെ ദൈവമല്ലേ? നിന്റെ വർത്തമാനം കേട്ടാൽ നിനക്ക് തീരെഴുതി കിട്ടിയ പോലെ ഇരിക്കുന്നല്ലോ. എനിക്ക് ആ അമ്മയും മോളെയും രണ്ടുപേരെ ഇഷ്ടമാണ്. ആ മോളെ ഒത്തിരി ഇഷ്ടമാണ്, അമ്മയെ അതിനേക്കാൾ ഇഷ്ടമാണ്. എന്താ അമ്മ ഇങ്ങനെ പറയുന്നേ? മോൾക്കിത് മനസ്സിലാവണില്ല. ഞാൻ പിന്നെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്നാലും മനസ്സിലാക്കാൻ അവൾക്ക് ഉദ്ദേശമില്ല. നിങ്ങളുടെ പ്രസ്താവന മറ്റുള്ളവരെ എങ്ങനെ ഹർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. ഈ പ്രസ്താവന പഴയ മനുഷ്യര് പറഞ്ഞിട്ടില്ല. അവര് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയാം. അവർക്ക് അങ്ങനെ ഒരു ബന്ധം ദൈവത്തോട് ഇല്ലെന്നുള്ളത് സത്യമാണ്. നിനക്കങ്ങനെ പ്രത്യേക ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്നാണെന്നറിയാവോ? എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും, എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഈ വാക്കുകളൊന്നും ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് കേൾക്കണം, പ്രധാന ഭാഗം വരികയാണേ. ഇങ്ങനെയുള്ളവർക്കൊരു കഷ്ടകാലം വരാൻ മനുഷ്യർ നോക്കിയിരിക്കുക. ഇങ്ങനെയുള്ളവരുടെ മക്കളൊന്നും തോക്കാൻ അവർ നോക്കിയിരിക്കുക, മാർക്ക് കുറയാൻ അവർ നോക്കിയിരിക്കുക, സ്കൂട്ടറിൽ നിന്ന് വീഴാൻ അവർ നോക്കിയിരിക്കുക.
ഒരു കാറപകടം ഉണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവുക. മോൻ കല്യാണം കഴിച്ചിട്ട് 3 കൊല്ലമായിട്ട് മക്കളില്ല, ഉണ്ടായിട്ടില്ല, 3 കൊല്ലമേ ആയുള്ളൂ, പക്ഷെ അവർക്ക് സന്തോഷമായി. ഒരു കൂടെ ചോദ്യം തുടങ്ങി, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം സഹായിക്കും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ദൈവം പ്രസാദിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നോ? എങ്ങനെയുണ്ട്? ശ്രദ്ധിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ മനുഷ്യരവനെ ഈ വിധത്തിൽ ട്രീറ്റ് ചെയ്യും. നിന്നെ ദൈവം സഹായിച്ചോട്ടെ. അപ്പം ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിയൽ കാർഡൊക്കെ എടുക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഞാനിങ്ങനെ ക്യൂ നിന്ന് മടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ ക്യൂവിൽ രാവിലെ തൊട്ട് നിന്നിട്ട് ഇടയ്ക്ക് നിറങ്ങി പിന്നെ മീറ്റിങ്ങിന് പോയി. ഇനി എനിക്ക് ആ ക്യൂവിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞേ കയറാനൊക്കെ ഉള്ളൂ. ഓരോ ഡേറ്റ് ഉണ്ട്. സമയച്ചുരുക്കം കൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കി പറയാം. അന്ന് രാത്രി ഞാൻ പ്രസംഗമധ്യേ ഈ സങ്കടം പറഞ്ഞു. ഞാൻ ഉപദേശി ആയതുകൊണ്ടും ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ടും എനിക്കൊരു ID കാർഡ് എടുക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിന് വരാൻ വൈകിയതെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു. താലൂക്ക് തഹസിൽദാർ ആ മീറ്റിങ്ങിന് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം യോഗം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് കണ്ടു. ഉള്ള രേഖകൾ എന്നെ ഒന്ന് ഏൽപ്പിച്ചേരെ, കാർഡ് വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. 2 വശവും ഞാൻ പറയാ. നിന്നെ ദൈവം സൂക്ഷിച്ചോളും, ദൈവം കരുതും, ദൈവം എനിക്ക് നല്ലവനാണ്, കർത്താവ് എന്നെ സഹായിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നവരോട് മറ്റുള്ളവർക്ക് ഇച്ചിരി ഇഷ്ടക്കുറവുണ്ട്. നിങ്ങളങ്ങനെ പറയുന്ന ആളാണോ? ഇല്ല, ഞാനങ്ങും പറയില്ല, കാരണം ഇങ്ങനെയുള്ള പ്രശ്നം വരും. പറയണ്ട. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ദൈവം എൻ്റെ സഹായകനെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയും. ഞാൻ നിങ്ങൾ അവഗണിച്ചാലും കുഴപ്പമില്ല. ഗാഡ് ബ്ലെസ് യു.